സംസ്ഥാനത്ത് പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്നും മുടങ്ങി. CITU ഒഴികെയുള്ള ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സംഘടനകൾ സമരം തുടരുകയാണ്. ഷീജയുടെ റിപ്പോർട്ട്. ഏതായാലും ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമരം അതിന്നും സംസ്ഥാനത്ത് തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കുവാനുള്ളത്. ഞാനിപ്പോഴുള്ളത് മുട്ടത്തറയിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന കേന്ദ്രത്തിന് മുന്നിലാണ്. ഇന്നും ഇവിടെ ഒരു ടെസ്റ്റും നടന്നിട്ടില്ല. ഈ ടെസ്റ്റിന് എത്തുന്നവരെ അകത്തേക്ക് കടത്തിവിടില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഉള്ളത്. പ്രത്യേകിച്ചും ആ രീതിയിൽ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ആവശ്യമായ മാറ്റം അത് വരുത്താതെ തങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളൊരു നിലപാടിലാണുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഇവരുടെ ഈ സമരത്തെ തുടർന്ന് ഇവരുമായി ചർച്ച നടത്തുകയും സർക്കാർ ഗതാഗത കമ്മീഷണർ തന്നെ ചർച്ച നടത്തുകയും തുടർന്ന് അതിൽ ചില ഭേദഗതികൾ വരുത്തിക്കൊണ്ട് ഈ ഒരു സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഇതിൽ നിന്നും CITU താൽക്കാലികമായി ഈ ഒരു സമരത്തിൽ നിന്നും പിൻവാങ്ങിയിട്ടുണ്ട്. പക്ഷേ മറ്റുള്ള ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ അതേ രീതിയിൽ തന്നെ സമരത്തിൽ തുടരുകയാണ്. ഏതായാലും രാവിലെ മുതൽ ഈ ഒരു ടെസ്റ്റിന് വേണ്ടി എത്തുന്നവരെ ഏതായാലും അകത്തേക്ക് കടത്തിവിടില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് ഈ ഒരു പ്രതിഷേധം തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അശാസ്ത്രീയമാണ്. അത് മാറ്റുന്നതുവരെയും ആ സമരം ആ രീതിയിൽ തുടരുക എന്നുള്ളത് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഏത് രീതിയിലാണ് സർക്കാർ ചർച്ച നടത്തി അതിൽ ചില ഭേദഗതികൾ വരുത്തി അത് ഇപ്പോഴും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണോ? അംഗീകരിക്കാൻ തയ്യാറല്ലാണ്. ഇങ്ങനത്തെ തയ്യാറാക്കുന്ന എങ്ങനെ കാര്യം നടക്കും? പക്ഷേ ഇതൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല. ഈ ഡുവൽ ക്ലച്ചും ബ്രേക്കും ഇല്ലാത്ത വണ്ടികളൊക്കെ എങ്ങനെയാണ് നമുക്ക് ടെസ്റ്റ് നടത്താൻ പറ്റുന്നത്? ഒരു കുട്ടിയെ നമ്മൾ അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രാക്ടീസ് കൊടുത്ത് Hനൂടെ കൊണ്ടുവന്ന് ഉദ്യോഗസ്ഥന്മാർ നോക്കും. പിന്നെ കുട്ടി കറക്റ്റായിട്ട് പിന്നെ ക്ലച്ച് ബാലൻസ് ഉണ്ടോ, ബ്രേക്ക് ബാലൻസ് ഉണ്ടോ നോക്കിയിട്ടാണ് ഇവർ നമ്മൾ റോഡ് ടെസ്റ്റിന് വേണ്ടി റോഡിലോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഡയറക്റ്റായിട്ട് ഈ പറഞ്ഞ പോലെ റോഡ് ടെസ്റ്റ് നമ്മൾ ആദ്യം കൊണ്ടുപോയാൽ ഈ ബ്രേക്ക് ഇല്ലാത്ത വണ്ടിയിലാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടി ഒരു കാക്കി കിട്ടുന്ന ഉദ്യോഗസ്ഥനെ കാണുമ്പോൾ ആ കുട്ടി പാനിക്കായി കഴിഞ്ഞാൽ ആ ബ്രേക്കിന് ഒരു ആക്സിഡൻറ്റ് കൊടുത്താൽ ആരും ഉത്തരം പറയും? അതിന് ഇൻഷുറൻസ് നമുക്ക് കിട്ടുമോ? ഈ ഡുവൽ ക്ലച്ചും ബ്രേക്കുള്ള വണ്ടിയിൽ മാത്രമേ നമുക്ക് ഇൻഷുറൻസ് നമ്മൾ പ്രത്യേക ഇൻഷുറൻസാണ് നമ്മൾ അതിനോട് എടുക്കുന്നത്. ഇത് നമുക്ക് ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ ഇത് ആരും ഉത്തരം പറയും? ഗവൺമെൻറ് ഉത്തരം പറയും. അതുപോലെ നമുക്ക് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് സ്ട്രിക്റ്റ് ആക്കണം. നമുക്ക് സ്ട്രിക്റ്റ് ആക്കാൻ നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താണ് കുഴപ്പം? ഇതിന് വരുന്ന ചിലവ് വരുന്ന ആര് തരും? ഗവൺമെൻറ് തരുമോ? അത് നമ്മൾ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികളുണ്ട്, CITക്കാരുടെ കുട്ടികളുണ്ട്, KSUക്കാരുടെ കുട്ടികളുണ്ട്, പിന്നെ പല മേഖലകളിലുള്ള പാവപ്പെട്ടവരുടെ കുട്ടികളുണ്ട്. ഈ കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് എന്താ കാശാവുന്നതാണ്? ഇതിനെപ്പറ്റി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ഒരു മനുഷ്യനും സംസാരിക്കുന്നില്ല. നമ്മൾ 6,000 രൂപ 7,000 രൂപയ്ക്കാണ് ഒരു കുട്ടിയെ നമ്മൾ കാറ് പഠിപ്പിച്ച് ലൈസൻസ് എടുത്ത് വിടുന്നത്. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നവർ? അവർ പിന്നെ റെൻ്റ് കാറോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ കാറോ എടുത്ത് അവർ പ്രാക്ടീസ് എടുത്ത് ലൈസൻസ് എടുത്ത് പൊക്കിയോളും. അതാണ് ഇവിടുത്തെ കാലകാലം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും ആ കുട്ടികളെ? അവരെ പഠിപ്പിക്കുന്നതിന് 20,000 30,000 കിട്ടാതെ പഠിപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ ഈ കുട്ടികളെ കാര്യം ആരും നോക്കും? ഗവൺമെൻറ് ബാക്കി പൈസ ഗവൺമെൻറ് തരുമോ? ഇപ്പോൾ ഈ അടിയന്തരമായി എന്തൊക്കെ മാറ്റം വരുത്തിയാൽ ഈ സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകും എന്നുള്ളതാണ്. നമുക്ക് പ്രാക്ടീസ് ഗ്രൗണ്ട് ഉണ്ടാക്കി തരിക. ഒരു ഗ്രൗണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ഗ്രൗണ്ട് ഇല്ല. നമുക്ക് ശംഖുമുഖത്ത് ഒരു ഗ്രൗണ്ട് ഉണ്ട്. 8:30 മണിക്ക് തുറന്നു തരും, 2:30 മണിയാകുമ്പോൾ അടയ്ക്കും. ഒരു പെർ പേഴ്സണ് 100 രൂപ വെച്ച് അവിടെ വാടക കൊടുക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അവിടെ ഒരു ട്രാക്കിൽ 3 വണ്ടി വെച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു കുട്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2 പ്രാവശ്യം എടുക്കണമെങ്കിൽ മിനിമം കുട്ടി 200 രൂപ കൊടുത്താൽ മാത്രമേ പ്രാക്ടീസ് എടുത്താൽ പറ്റുള്ളൂ. ഈ പൈസ ആര് തരും? മനസ്സിലായില്ലേ?